ശരിക്കും ഭയങ്കര ഒരു പാലക്കാടിലെ ആദ്യത്തെ മര്യാദ ശരിക്കും അഹല്യക്കാർ ഞങ്ങൾക്ക് തെളിയിച്ചു തന്നു കേട്ടോ. ഞാൻ ഡോക്ടർ പത്മിനി സുദേവൻ, കൊല്ലംകോട് ആബിന്ദ് ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറാണ്. പിന്നെ ഞങ്ങൾ 22nd ബാച്ച് ഗെറ്റ് ടുഗദർ ആണ് ഇവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കഴിഞ്ഞ വർഷം ബോൾഗാട്ടിയിൽ വെച്ചിട്ടാണ് ഈ ഗെറ്റ് ടുഗദർ പാലക്കാട് വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എവിടെയോ ഒരു സ്ഥലം കിട്ടുക ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അഹല്യ തിരഞ്ഞെടുക്കാമെന്ന്. പക്ഷെ ഞാൻ ആദ്യം വന്ന് ഇവിടെ ഒന്ന് നോക്കി, വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ക്യാമ്പസ് ഇതും. പിന്നെ ഞങ്ങളുടെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ ഡോക്ടർ നാസറാണ്. ഡോക്ടർ നാസറിനോട് ഒരു ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഡോക്ടർ നാസറും കൂടെ ഇവിടെ വന്ന് കണ്ടു. സ്ഥലം കണ്ടപ്പോൾ നാസർ ഡോക്ടർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലം കൺഫേം ചെയ്തു. അത് എങ്ങനെ അറേഞ്ച് ചെയ്യും ഈ പ്രോഗ്രാം ഇവിടെ? അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് സെക്ഷൻ തന്നെ ഉണ്ടെന്നുള്ളത്. ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ഞങ്ങളൊരു 12 മണിക്ക് വന്നു. സാധാരണ എല്ലാവരുടെയും പോയി കഴിഞ്ഞാൽ കറക്റ്റ് ചെക്ക് ഇൻ ടൈം, ചെക്ക് ഔട്ട് ഇതെല്ലാം ഉണ്ടാവും. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. മാഡം എപ്പോഴാണെങ്കിലും വന്നോളൂ, റൂം അറേഞ്ച് ചെയ്യുക, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ 10 മണിക്ക് ഇവിടെ വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എവിടെയും പോകാത്തൊരു എന്താ പറയുക, ഒരു റിസപ്ഷൻ വിങ് ഞങ്ങളെ നന്നായി വെൽക്കം ചെയ്തു. ശരിക്കും ഭയങ്കര ഒരു പാലക്കാടിലെ ആദ്യത്തെ മര്യാദ ശരിക്കും അഹല്യക്കാർ ഞങ്ങൾക്ക് തെളിയിച്ചു തന്നു കേട്ടോ. അത് റിയലി ഞാൻ വളരെ അപ്രിസിയേറ്റ് ചെയ്യുന്നവരെ. ഉച്ചക്കത്തെ ലഞ്ച്, ടീ, വൈകുന്നേരത്തെ ഡിന്നർ, ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വളരെ നന്നായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഞാൻ രാമശ്ശേരി ഇഡ്ഡലി വേണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതാണെങ്കിലും അതിൻ്റെ സാമ്പാർ, പൊടി, ഇവിടെ വന്നവരെല്ലാവരും കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ ഇങ്ങനെയുള്ള ആൾക്കാരാണല്ലോ. ആ പൊടിയൊക്കെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഫുഡാണെങ്കിലും വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോ സെഷൻ, ഗ്രൂപ്പ് ഫോട്ടോ, അത് ആക്ച്വലി അറേഞ്ച് ചെയ്ത് ഹെറിറ്റേജിലാണ്. അവിടുത്തെ ആ വൈബ് ഇതുവരെ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ ഇങ്ങനെയൊരു അന്തരീക്ഷത്തിന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ഏകദേശം ഒരു 100-120 പേരുണ്ട്. എല്ലാവരും ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് വന്ന് കണ്ടപ്പോൾ അവിടെയൊക്കെ ഒരു എന്താ പറയാ, ഇപ്പൊ പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കി അടിപൊളി സെറ്റപ്പായിരുന്നു. എല്ലാവർക്കും വളരെ കംഫർട്ടായി ഇരുന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചു. അതിലെല്ലാവരും ഹാപ്പിയായി. അതിനുശേഷം മ്യൂസിയത്തിലേക്ക് വന്നു. മ്യൂസിയത്തിലാണെങ്കിലോ എന്താ പഴയ നമ്മുടെ വാദ്യോപകരണങ്ങൾ, ടോർച്ച്, ലൈറ്റ്, എന്താ പറയുക, കിച്ചണിലെ ഉപകരണങ്ങളെല്ലാം അതും വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓവറോൾ പറയുകയാണെങ്കിൽ ശരിക്കും ആരെങ്കിലും പാലക്കാട് ഒരു ഗെറ്റ് ടുഗദറോ ഒരു എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അഹല്യ എല്ലാവർക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ എനിക്ക് ഈവൻറ്റ് മാനേജ്മെൻറ്റ് സെക്ഷൻ വളരെ അടിപൊളിയാണ്. അവരുടെ സർവീസ് നമുക്ക് എന്തായാലും നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുന്ന വേണം. ഓവറോൾ മെനി താങ്ക്സ്. ശരിക്കും ഇത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. ടു അഹല്യ ഈവൻറ്റ് മാനേജ്മെൻറ്റ്.